ഇത് തോന്നിവാസല്ലേ? അതായത് പോലീസിന്റെ ഏറ്റവും മര്യാദഘട്ട നീതീകരിക്കാനാവാത്ത നടപടി. ഈ നടപടി ഞങ്ങൾ പറഞ്ഞല്ലോ, നിയമപരമായും രാഷ്ട്രീയ നേരിടും. രാഷ്ട്രീയപരമായി നേടുന്ന തെളിവാണിത്. ഇത് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിന്റെ നീതി നിർവഹണ ചരിത്രത്തിൽ കേട്ടുകഴിഞ്ഞ സംഭവമാണ് എൻ സുബ്രഹ്മണ്യൻ നടന്നത്. അതിന് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. എൻ സുബ്രഹ്മണ്യനൊപ്പം കോൺഗ്രസ് പാർട്ടി നിൽക്കും. കാണട്ടെ, ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ കാണിക്കട്ടെ, ധൈര്യം കാണിക്കട്ടെ. എങ്ങനെ അപ്പൊ കാണാം. എന്നോടിപ്പോ CA പറഞ്ഞാണ് നേരത്തെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മുടിവെക്കുന്നത്. അതിനപ്പുറത്ത് വകുപ്പിട്ടാൽ ഞങ്ങളിവിടെ ഇരിക്കും, ഇവിടുന്ന് പോവില്ല. രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണ് എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും തന്നെ വളരെ വേഗത്തിൽ തന്നെയുള്ള പ്രതികരണങ്ങളുമായാണ് മുന്നോട്ട് വരുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെയും, അതായത് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ PM നിയാസ് ഇവിടെ എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ KC അബു മുൻ DCC പ്രസിഡന്റ്, എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരും വലിയ ആവേശത്തോടു കൂടി തന്നെ സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയ ജനക്കൂട്ടം, അതായത് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും എല്ലാം ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറെ പേർ എത്തിയിട്ടുണ്ട്, പക്ഷേ ഇനിയും ഒരുപാട് പേർ ഇവിടേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നേതാക്കൾക്ക് ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് പോലീസ് പ്രതിഷേധം ശക്തമായപ്പോൾ എന്നാണ് പ്രവീൺ കുമാർ പറഞ്ഞത്. അതായത് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ തങ്ങൾ ഇവിടെ തന്നെ കാണും എന്നാണ് അദ്ദേഹം പറയുന്നത്. പോലീസോടൊപ്പം ഇരുന്നു കൊണ്ടാണ് തങ്ങൾ പറയുന്നത്. വേട്ടയാടാനാണ് ഭാവമെങ്കിൽ തങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഈ പ്രവർത്തകരെല്ലാവരും തന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. PM നിയാസ് പറയുന്നത് തന്റെ ശബ്ദം കേൾക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ പ്രചരണ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യനെതിരെ മാത്രം ജയിലിൽ അടച്ചുകൊണ്ട് പിന്നോട്ടടിപ്പിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കഴിയില്ല. കാരണം തങ്ങളെ ലക്ഷോപലക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ സ്റ്റേഷനിൽ, അതായത് ജയിലുകളിൽ അടക്കേണ്ടി വരും. ഒരിക്കലും പിന്നാക്കം പോകുന്ന നടപടി ആവില്ല തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നാണ് പ്രവർത്തകർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളും പ്രവർത്തകരും എല്ലാം ഈ ചേവായൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തായാലും ഇപ്പോഴും ശക്തമായ പ്രതിഷേധം തന്നെ തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്റ്റേഷനിൽ കുത്തിയിരുന്നുകൊണ്ടാണ് പ്രവീൺ കുമാറും PM നിയാസും അടക്കമുള്ള ആളുകൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ, PM നിയാസ് അടക്കമുള്ള നേതാക്കൾ അവിടെ സ്ഥലത്തെത്തിയിരിക്കുന്നു. KM അഭിജിത്തും അവിടെയുണ്ട്. ഒപ്പം കൂടുതൽ പ്രവർത്തകരും ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ അടക്കമുള്ള പ്രവർത്തകരാണ് N സുബ്രഹ്മണ്യത്തിന് വേണ്ടി മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് സമൂഹ മാധ്യമത്തിൽ ശബരിമല കൊള്ളക്കേസിലെ പ്രതി പോറ്റിയും ഒപ്പം പിണറായി വിജയനുമായുള്ള ചിത്രം പങ്കുവച്ചതിനാണ് സുബ്രഹ്മണ്യനെതിരെ കേസെടുത്തിരിക്കുന്നത്. കലാപാഹ്വാനത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. 2 ചിത്രങ്ങളാണ് N സുബ്രഹ്മണ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. അതിലൊന്ന് മുഖ്യമന്ത്രിയുമായുള്ള ഒരു ചടങ്ങിൽ ഉള്ള ചിത്രമായിരുന്നു അത്. രണ്ടാമത്തേത് ഇതേ ചടങ്ങിലെ ചിത്രത്തെ ഒരു AI ഇമേജാക്കി മാറ്റിയുള്ള പോറ്റി മുഖ്യമന്ത്രിയെ നോക്കി വാത്സല്യത്തോടുകൂടി ചിരിക്കുന്ന ഒരു പടവ് കൂടി അദ്ദേഹം ചേർത്തിരുന്നു. ഇതിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്, കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുന്നത്. അനീസ്, പോലീസ് എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്നത്? കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുന്നു, അതോടൊപ്പം തന്നെ മറ്റേതൊക്കെ വകുപ്പുകളാണ് ചേർത്തുന്നത്? എന്തുകൊണ്ടാണ് സുബ്രഹ്മണ്യനെ വീട്ടിൽ ചെന്ന് കസ്റ്റഡിയിലെടുക്കേണ്ട അവസ്ഥ വന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെടാതിരുന്നത്? പോലീസ് ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത് നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിന് സമ്മതിക്കാത്തത് കൊണ്ടാണ് വീട്ടിലേക്ക് എത്തി കസ്റ്റഡിയിലെടുക്കേണ്ടി വന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം മറ്റ് വകുപ്പുകൾ, എന്തൊക്കെ വകുപ്പുകൾ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊന്നും പിന്നീട് പോലീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഏതായാലും പോലീസ് ഇപ്പോൾ അവരുടെ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ പോലീസ് മാധ്യമങ്ങളോട് നടത്തുന്നില്ല. നേതാക്കളോട്, അതായത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളോട് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ
വകുപ്പ് ഉണ്ടാവില്ല, അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടും എന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നിയമപരമായ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കലാപാഹ്വാനത്തിന് കേസാണെങ്കിൽ അത് അങ്ങനെ ബെയിലബിൾ ഒഫൻസ് അല്ല എന്ന ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുക എന്നത് അങ്ങനെ എങ്ങനെയാണ് സാധിക്കുക എന്ന ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ അഥവാ അദ്ദേഹത്തെ ജാമ്യത്തിന് വിടുന്നില്ല, അറസ്റ്റിലേക്ക് തന്നെ പോവുകയാണ്, ജയിലിൽ അടക്കാനാണ് തീരുമാനമെങ്കിൽ, ഓൾറെഡി അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു, പക്ഷെ ജയിലിൽ അടക്കാനാണ് തീരുമാനമെങ്കിൽ, ജയിലിൽ തന്നെ തുടരുമെങ്കിൽ ഈ പ്രവർത്തകർ ഇവിടെ തന്നെ തുടരും, കുത്തിയിരിക്കും. തങ്ങൾ പോലീസ് വളപ്പിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, ഉത്തരവാദിത്ത ബോധത്തോടെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാമെന്ന് പോലീസ് വിചാരിക്കേണ്ടതില്ല. പരമാവധി നിങ്ങൾ കളിച്ചാൽ 3 മാസമേ നിങ്ങൾക്ക് കളിക്കാനുള്ളൂ എന്നൊക്കെയാണ് രാഷ്ട്രീയ ഭാഷയിൽ തന്നെ പ്രവീൺ കുമാറും PN നിയാസും അടക്കമുള്ള ആളുകൾ പറയുന്നത്.